എൻ്റെ പേശുകൾക്ക് മെസ്സേജ് പറഞ്ഞു അതിനുള്ള ആശ്വാസമുണ്ട്. ഈ ഏജിൻ്റെ കാര്യം എനിക്ക് പ്രശ്നമായി വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ചാരിറ്റി വെച്ച് വന്നപ്പോൾ നിർമ്മാണം പറഞ്ഞ അനീഷ് 2 മാസം റിട്ടയറാണ്. No, you are only 45. You have to go and check your weight. That asking you what happened to you. സത്യത്തിൽ കുറച്ചൊരു പ്രശ്നമുണ്ട് അതിന്. നമുക്കൊക്കെ അറിയാം, ഈ 60കളുടെ മധ്യത്തിലൊക്കെ ജനിച്ചതൊക്കെ ഇവിടെയുള്ളവർക്കൊക്കെ അറിയാം. ആ കാലഘട്ടങ്ങളിൽ ഹോസ്പിറ്റലൊന്നും ആയിരുന്നില്ല ഡെലിവറി. ആ സമയം നമ്മുടെ ആ 70കളിലൊക്കെ നമ്മൾ റേഷൻ എന്ന ആ സിദ്ധാന്തത്തിലാണ് നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. റേഷൻ എത്ര യൂണിറ്റ് ഒരു വീട്ടിലുണ്ടാകും എന്തായാലും കണക്കൂട്ടരുത്. 1ാം ക്ലാസ്സിൽ കൂടി ചേർത്തുവാണെങ്കിൽ 1 യൂണിറ്റോ 2 യൂണിറ്റോ റേഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ അന്നത്തെ കാലം 70കളിലെ അമേരിക്കയുടെ ഗോതമ്പ് വാങ്ങിച്ച് കഴിയുന്ന കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിലെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് എൻ്റെ വീട്ടിലെ മാതാപിതാക്കൾക്ക് ലഭ്യമാവുമോ 1-2 കൊല്ലത്തിന് ഒരുക്കാരായി പോകുമെന്ന് ചിന്തിക്കുന്നത്. എത്രമാത്രം യൂണിറ്റുകൾ വീട്ടിലേക്ക് കൊണ്ടുവരാം, റേഷനിലേക്ക് കൊണ്ടുവരാമെന്ന് ഇതിൻ്റെ ഭാഗമായി സ്കൂളിൽ കൊണ്ട് ചേർത്ത് എന്നാണ് മോനെ ജനനം ചോദിച്ചു. അത് കൈമാറ്റി ഓർമ്മയില്ല. ഈയൊക്കെ ഒരുമിച്ച് പറഞ്ഞു പിന്നെ പലരുടെയും കാണും, എല്ലാവരുടെയും മെയിലാണ്. ഞങ്ങളുടെ ആ ഏജ് കാണാം 10, 5, 10, 25, എല്ലാം 5, 6, 5, 6, 5, 6 എന്നല്ലാതെ ശരിയായ ഡേറ്റ് എടുത്ത് കാണും. എന്തേ എഴുതി 10-5-1964 എഴുതിയിട്ടാണ് അതൊന്നും കാര്യമില്ല. ഞാൻ പറഞ്ഞത് എത്രയും വേഗം റിട്ടയറാകണമേ ആകണേന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. സത്യത്തിൽ ഈ ജുഡീഷ്യൽ സമ്മർദ്ദം കൊണ്ടൊന്നുമല്ല. ഏതാണ്ട് കുട്ടികൾ വളർന്ന് വക്കീലൊക്കെ ആയി കഴിഞ്ഞ പിന്നെ നമ്മുടെ ഫുൾ പെൻഷൻ കിട്ടുന്ന ഡേറ്റ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇറങ്ങി എൻ്റെ തൊഴിലേക്ക് പോകാമെന്നൊരു ആഗ്രഹത്തിലൂടെ നിൽക്കുമായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കലാപരമായ പശ്ചാത്തലത്തിലൂടെ കടന്നു വന്നതാണ്. അത് കഴിഞ്ഞിട്ട് അത് മാറ്റി നിർത്തി നമ്മുടെ ജുഡീഷ്യറിയിലൊക്കെ അത് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വർഷത്തിനെ കുറിച്ച് അറിയാം. ഒന്നാമത് ഞാനൊരു ജനകീയനാണെന്ന് പറയുന്നത്. ആ ജനകീയതയെ കുറിച്ച് പറയുകയാണെങ്കിൽ സത്യത്തിൽ ജനകീയ ഞാനല്ല, നിങ്ങളാണ്. നിങ്ങളൊക്കെ നല്ല മനസ്സാണ്, അത് കാത്തു സൂക്ഷിക്കാം. ഞാൻ നിങ്ങളുടെ തുടങ്ങി കഴിയുമ്പോൾ, നിങ്ങൾ ചിരിച്ച് സംസാരിക്കുമ്പോൾ, നിങ്ങളോട് വിശലപ്രായം ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും അതിൻ്റെ ഒരു പുറകിൽ കൂടെ വന്ന അനീസാറെ എനിക്ക് അത് ചെയ്തതായിരിക്കും ഇത് ചെയ്തതല്ല പറയാതിരിക്കാനുള്ള നിങ്ങളുടെ അന്തസ്, അതാണോ ഞങ്ങളെ പോലെയുള്ളവരുടെ നാട്ടിൽ? അതിലേക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുമ്പോൾ നാളെ കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും വളരെ കൃത്യമാണ്. എല്ലാവരും സുരേഷ് വേട്ടൻ്റെ ഭയങ്കര തമാശകൾ ചിരിക്കുകയൊക്കെ ചെയ്യും വളരെ. പക്ഷെ എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ എന്നെ വിളിച്ചതല്ല എൻ്റെ ഒരു മെയിലോ എൻ്റെ കേസ് ഇങ്ങനെയാണ് അതിൻ്റെ ഫാക്റ്റ് പോലും എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് 3000 വക്കീലന്മാരെ പ്രത്യേകിച്ച് ബോക്സ് ഓഫീസിൽ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴത്തേന് എത്രമാത്രം ഉയർന്ന തലത്തിലാണ് നിങ്ങൾ കഴിഞ്ഞു കൂടുന്നത്. ഞാനല്ല, നിങ്ങളാണ് നൽകുന്നത്. ആ മാന്യത ഇവിടെ കൂടെ നിന്നപ്പോഴാണ് ഞാനൊരു ജനകീയനായി മാറി എല്ലാ വക്കീലന്മാരും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എന്നെ പഠിപ്പിച്ച ജഡ്ജിമാരിൽ ആരോടാണ് പറഞ്ഞത്, നല്ലൊരു മനുഷ്യൻ ആദ്യം ആകുക, പിന്നെയാണ് നല്ലൊരു ജഡ്ജിയെ പറ്റി ചിന്തിക്കാൻ കഴിയുള്ളൂ. ആദ്യം നല്ലൊരു മനുഷ്യനാകുക, നല്ല മനുഷ്യനാകുമ്പോൾ പുറമെ ജഡ്ജി ആകും. ജഡ്ജിയുള്ള കൺസെപ്റ്റുകൾ മാറും. ഇപ്പം ഞാൻ എൻ്റെ ജഡ്ജ്മെന്റ് നാളെ കോടതി സുപ്രീം കോടതി ചിലപ്പോൾ കൺവേ ചെയ്യുവാൻ പലരുടെയും പല രീതിയിൽ കാലഘട്ടങ്ങളുടെയും ഒഴുക്കി മാറി പറഞ്ഞു തരാനുള്ള ചിന്താധാരകളൊക്കെ മാറുന്നതനുസരിച്ച് മാറി വരാം. പക്ഷേ ഈ മനുഷ്യൻ എന്നുള്ള സിദ്ധാന്തം, നല്ലതെന്നുള്ള സിദ്ധാന്തം പലപ്പോഴും ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ ഞാൻ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുള്ളത്, ഞാൻ ഈ വിധി പറയാൻ പോകുന്നത്, ശിക്ഷിക്കാൻ പോകുന്നത് ചെയ്യിപ്പിടാതെ, ഷാബി ഷർട്ടിട്ട്, ബട്ടൺസ് ഇല്ലാത്ത, മുടി ചെയ്യാത്ത, നാടി പിടിക്കാത്ത, വളരെ അസ്ഥി കൊടുത്തിരിക്കുന്ന സാധു മനുഷ്യരെയാണ് എനിക്ക് പോക്സോ കോടതി കേസിലാണെങ്കിൽ ശരി, ഏത് കോടതിയിലാണെങ്കിൽ ചെയ്യുന്നത് ശിക്ഷിക്കാൻ കിട്ടുന്നത്. ഞാൻ ശിക്ഷിച്ചിട്ടുള്ളവരൊക്കെ അത്താഴ പട്ടിണിക്കാരും സമൂഹത്തില് പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ഒന്നുമില്ലാത്തവരും മദ്യപാനിയും വ്യഭിചാരിയും യേശുക്രിസ്തു പറഞ്ഞ എല്ലാം പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെയാണ് ജയിലിടാൻ കിട്ടുന്നത്. മറ്റുള്ള ആരെയും കിട്ടുന്നില്ലല്ലോ. അതെന്താണ് ആ ചോദിക്കുമ്പോൾ നമ്മള് പിന്നെ എന്തിന് ഇവരുടെ അടുത്ത് രാഷ്ട്രീയം കാണിക്കണം? നമ്മുടെ ഇവരുടെ അടുത്ത് അവൻ കൈകൂപ്പിക്കുന്നത് അവന്റെ കൈകിട്ട് കയറിയിട്ടുണ്ടെന്നാണ്. അപ്പൊ അവര് നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമായി വന്നു പോയി. പിന്നെ വക്കീലന്മാർ ഈ നാളുകളിൽ ഞാനും അതിലേക്ക് ഇറങ്ങാൻ പോകുന്നില്ല. 5 കൊല്ലം ഞാനും വക്കീലായിട്ടിരുന്നത്.
എൻ്റെ കോടതിയിൽ ഒരു 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 ജൂനിയറും കരഞ്ഞിട്ടില്ല. ഇതുവരെ ചിരിച്ചേ പോയിട്ടുള്ളൂ. എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാൽ പോലും ഞാൻ അത് അവർക്ക് സീനിയർ പോയി ചീത്ത വിളിക്കാനോ അല്ലെ അവരുടെ ജോലിയിൽ പറഞ്ഞു വിടാനോ. കാരണം ഞാൻ ജൂനിയർ ആയതുകൊണ്ടിരുന്നാണല്ലോ, എനിക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടറിയാം. എന്തൊരു വാർഡായി പോയി ഇതിൻ്റെ ഡെയിലി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു 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 ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ മജിസ്ട്രേറ്റിൽ വളരെയധികം ശ്രദ്ധയോടെ നോക്കി കാണേണ്ട ഒരു ജീവിതാനുഭവം എനിക്കുണ്ടായി. അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത്, ഞാൻ വളരെ വളരെ റോ ജൂനിയറാണ്. ഞാനൊരു 1.5 കൊല്ലം കണ്ടായതുള്ളൂ. ചെങ്ങന്നൂര് ഒരു വെയിലെടുക്കാനായിട്ട് ഞാൻ പോയി. ഒരു ലേഡിയാണ്, 65 വയസ്സുള്ള ഒരു ലേഡിയാണ്. അവര് മരുമോന് വിസ കച്ചവടത്തിന് വിസയ്ക്ക് പൈസ വാങ്ങിച്ചു. ഈ ഞാൻ പൈസ ഒന്നും ഇല്ലാത്ത നമ്മുടെ ഒത്തിരിമാരില്ല. ഈ അമ്മായിനെ കൂടെ 2ാം പ്രതിയാണ്. ഈ മകന് A1 അബ്സ്കോണ്ടിങ്, സെക്കൻഡ് അക്യൂസിന് ഈ വാറണ്ടൊക്കെ പോയി പോലീസുകാരുടെ സ്വഭാവം അവരൊന്നും കഴിക്കാൻ പോയില്ല. പിന്നെ 82-86 ആയി. അതങ്ങനെ കടന്നു. എന്നോട് ആരോ പറഞ്ഞിട്ടുണ്ട്, ഒരു ആ വക്കീലെന്ന് പറഞ്ഞു, കക്ഷി പറഞ്ഞു, എനിക്ക് അവിടെ കേസുണ്ട്, ചെങ്ങന്നൂർ കേസുണ്ട്, ഒന്ന് വരാമെന്ന് ഉച്ചവട്ടിയിലേക്ക് വിളിച്ചു. അതുപോലെ രാവിലെ പറഞ്ഞു, ഞാൻ ചെങ്ങന്നൂർ സീനിയർ വക്കീലിനെ വിളിച്ച് ചോദിച്ചു. ഒരു വിഷയം നമ്മളൊരു ക്യാമ്പ് എടുക്കാൻ പറഞ്ഞു. ഞാൻ പ്രശ്നം കൊണ്ടുപോയില്ല, ഞാൻ ശത്രുമാരിട്ടാണ് പോയത്. അവിടെ ചെന്ന് ഞാൻ സീനിയർ വക്കീൽ എല്ലാം റെഡിയാക്കി കയറ്റി. ഈ 65 വയസ്സുള്ള ആ പ്രായമായ അമ്മയെ കണ്ണു അടച്ച് മൈശാട്ടിൽ വാങ്ങി. ചെങ്ങന്നൂർ എല്ലാ പോലീസിന് വരാൻ നാളേക്ക് എല്ലാ പോലീസ് വരാൻ പറഞ്ഞു. എന്ത് ചെയ്യാൻ വേണ്ടി ഇന്നത്തെ അറിയാം, ജോലി നമുക്ക് നാട്ടിലോട്ട് ചെല്ലാൻ പറ്റുള്ളൂ. 65 വയസ്സിലൊരു അമ്മയെ കൂട്ടിക്കൊണ്ട്